ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അത്രത്തോളം ബലമുള്ള RMS ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അതിൻ്റെ ആദ്യത്തെ യാത്രയിൽ തന്നെ, ജൈത്രയാത്രയിൽ തന്നെ ഒരു മഞ്ഞുപാളിലിടിച്ച് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ആ വിശ്വാസം മാറും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സ്വിൻ. ഈ ലോകത്ത് ഒരുപാട് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. പക്ഷേ RMS ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു നൊമ്പരമായ ഓർമ്മയാണ്, ഒരു ദുഃഖകരമായ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ആ ഒരു കപ്പലിൻ്റെ ദാരുണമായ അന്ത്യത്തെ പറ്റി. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് 1997 ഇറങ്ങിയ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയാണ്. എൻ്റെയൊക്കെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് സംസാരിച്ചത് കേറ്റ് വിൻസെൻറ്റിൻ്റെ ആ ഒരു പടം വരയ്ക്കുന്ന സീനുണ്ട്, അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇന്ന് ഓർക്കുന്നു. It's been 84 years. Titanic was called the ship of dreams. And it was. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, അതായത് നമുക്കെല്ലാം അറിയാവുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചാണ് അത് തകർന്നത് എന്നാണ്. പക്ഷെ ആക്ച്വലി മഞ്ഞുമലയിൽ തന്നെ ഇടിച്ചാണോ അത് മരിച്ചത്, അതോ നമ്മളെ അങ്ങനെ ചരിത്രം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണോ? ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കോൺസ്പിറസികളുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാത്ത, ഇങ്ങനെ പരക്കെ കേട്ട് പഴകിയ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ്. ഈ വീഡിയോ കൊണ്ട് ഇതാണ് സത്യമെന്നോ ഇതാണ് കള്ളമെന്നോ വാദിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ജസ്റ്റ് ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഇതിൻ്റെ കണ്ടന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി TV 18 വെബ്സൈറ്റാണ്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് കയറി വായിച്ചു നോക്കാവുന്നതാണ്. മാത്രമല്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റിനെ പറ്റി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വർഷം 1912. ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കപ്പലായിരുന്നു RMS ടൈറ്റാനിക്. ആഡംബര കപ്പൽ, ആഡംബരത്തിന് മറ്റൊരു പേരില്ല. അങ്ങനെ തന്നെയാണ് ടൈറ്റാനിക് അഡ്വർടൈസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടിക്കറ്റ് എല്ലാം മേടിച്ചത് പണക്കാരാണ്, ഈ ലോകമെമ്പാടുമുള്ള കോടീശ്വരന്മാരാണ്. ഒരുപാട് പൈസയ്ക്ക് ഇതിന് ടിക്കറ്റ് മേടിച്ചത്. കാരണം ഇത്ര വലിയൊരു ആഡംബര കപ്പലിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് അവരായിരിക്കണം എന്നവർക്കൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിലയൊന്നും നോക്കാതെ ഹയർ റേറ്റിൽ, കൂടിയ പൈസയ്ക്ക് അവരെല്ലാം ടിക്കറ്റ് മേടിച്ചു യാത്രയ്ക്ക് കാത്തിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് RMS ടൈറ്റാനിക് എന്ന് പറയുന്ന ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആഡംബര കപ്പൽ, ഇന്നേ വരെ അല്ല അന്നേ വരെ പുറപ്പെട്ടു. ഏപ്രിൽ 14, സമയം 11:40 രാത്രി. ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ഒരു വലിയ കപ്പൽ മഞ്ഞുപാളിയിൽ ഇടിക്കുവാണ്. മഞ്ഞുപാളിയിൽ ഇടിച്ച് അതിൻ്റെ മുൻവശം തകർന്ന് വെള്ളം കയറുവാണ്. അങ്ങനെ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ഒരു ഭീമാകാരമായ കപ്പൽ പൂർണ്ണമായിട്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തണുത്തുറഞ്ഞ ജലാംശത്തിൻ്റെ അടിയിലേക്ക് താഴുകയാണ്. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കഥയല്ലേ? എന്നാൽ ഇതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാത്തതായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഈ ടൈറ്റാനിക് കപ്പലുണ്ടായിരുന്നത് 2200 മുകളിൽ ആൾക്കാരായിരുന്നു. അതിൽ ഏകദേശം 1500 മുകളിൽ ആൾക്കാർ മരണപ്പെട്ടു. ബാക്കി കുറച്ച് പേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഒന്നോർത്ത് നോക്കുക, ആദ്യത്തെ യാത്രയിൽ തന്നെ ദാരുണമായ ഒരു അന്ത്യമാണ് ടൈറ്റാനിക്കിനുണ്ടായത്. അൺസിങ്കബിൾ എന്നാണ് ടൈറ്റാനിക്കിനെ ഈ ലോകം വിശേഷിപ്പിച്ചത്. ഇതിനെ മുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മുങ്ങത്തില്ല ഈ കപ്പൽ. അങ്ങനെയാണ് ആദ്യത്തെ യാത്ര ഇത് പുറപ്പെട്ടത്. ദൈവത്തിന് പോലും മുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാണ് ഇത് പുറപ്പെട്ടതെന്ന് കുറെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ടൈറ്റാനിക് മുങ്ങിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഒരു മഞ്ഞുപാളിയിൽ ഇടിച്ചെന്നും പറഞ്ഞ് ഒരു കപ്പൽ, ഇത്ര വലിയൊരു അഡ്വാൻസ്മെന്റ് ആയിട്ട് ഉണ്ടാക്കിയ കപ്പൽ മുങ്ങുമോ? ഇതുണ്ടാക്കിയ ഒരു കഥ പറയുവാണെങ്കിൽ 3000 ജോലിക്കാർ 2 വർഷത്തിന് മുകളിൽ അധ്വാനിച്ചിട്ടാണ് ഈ വലിയൊരു കപ്പൽ നിർമ്മിച്ചത്. ഈ കപ്പലിന്റെ നീളം എന്ന് പറയുന്നത് 882 അടിയാണ്. 92 അടി വീതിയും 175 അടി ഉയരവുമാണ് ഈ കപ്പൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കോൺസ്പിറസി നമ്പർ 1, RMS ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ യഥാർത്ഥത്തിൽ മുങ്ങിയിട്ടില്ല. അന്ന് മുങ്ങിയത് RMS ഒളിമ്പിക് എന്ന് പറയുന്ന കപ്പലായിരുന്നു. RMS ടൈറ്റാനിക്കിന്റെ സിസ്റ്റർ ഷിപ്പ് എന്നറിയപ്പെടുന്ന കപ്പലാണ് RMS ഒളിമ്പിക്. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരുപോലത്തെ ഡിസൈനാണ്, ഏകദേശം ഒരേ വലുപ്പം അളവുകളൊക്കെയാണ് ഇതിനുള്ളത്. ടൈറ്റാനിക്കിന് ഒരു പൊടിക്ക് വോളിയം കൂടുതലുണ്ടായിരുന്നു, അത്ര ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. RMS ഒളിമ്പിക്കും RMS ടൈറ്റാനിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ പടം കാണാം, ഇത് രണ്ടും ഒരേ ഡെക്കിൽ തന്നെയാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചതും. അതുകൊണ്ട് തന്നെ സിസ്റ്റർ ഷിപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ടും ഇരട്ട കപ്പലുകളെ പോലെയാണ് ഇരുന്നത്.
ഇതിന്റെ പിന്നിലുള്ള പ്രധാന കോൺസ്പിറസി എന്തെന്നാൽ ടൈറ്റാനിക്കിന്റെ ജൈത്രയാത്രയ്ക്ക് മുമ്പ് കടലിലിറക്കിയ കപ്പലാണ് RMS ഒളിമ്പിക്. ഈ RMS ഒളിമ്പിക് ഒരു അപകടത്തിൽപ്പെടുകയുണ്ടായി. ഈ അപകടം എന്ന് പറയുന്നത് ഒരു നേവിയായിട്ട് ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകാരുടെ അശ്രദ്ധ മൂലമാണ് ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ, അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഈ കപ്പലിന് ഇൻഷുറൻസ് ലഭിച്ചില്ല. ഈ കപ്പലെല്ലാം ഇൻഷുർ ചെയ്യുന്ന പരിപാടിയാണ്. വലിയ വലിയ ഇൻഷുറൻസ് കമ്പനികൾ ഇത് ഏറ്റെടുക്കാറുണ്ട്. കപ്പലുകൾ, നമ്മുടെ വണ്ടിയൊക്കെ, കാറും ബൈക്കൊക്കെ ഇൻഷുർ ചെയ്യത്തില്ലേ? എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ അവർ ചില സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് തരത്തില്ല. ഇപ്പോൾ 3 പേര് ട്രിപ്പിൾ അടിച്ച് പോയാൽ ഇൻഷുറൻസ് തരത്തില്ല. ചിലപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ടാക്സ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ അവർ വയ്ക്കും. അതുപോലെ തന്നെ ഇവർ മനഃപൂർവ്വം ഇവരുടെ അശ്രദ്ധ മൂലം സംഭവിപ്പിച്ച അപകടമായതുകൊണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് ഇവർ ഇൻഷുറൻസ് കൊടുത്തില്ല ഈ RMS ഒളിമ്പിക് എന്ന് പറയുന്ന കപ്പലിന്. JP മോർഗന്റെ വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലായിരുന്നു ഈ 2 കപ്പലുകളും ഉള്ളത്. JP മോർഗൻ പ്ലാൻ ചെയ്ത ഒരു പരിപാടി എന്തെന്നാൽ, ഈ RMS ഒളിമ്പിക്കിന് ഓൾറെഡി അപകടം സംഭവിച്ചു കഴിഞ്ഞു. അല്ല, അവർക്ക് അതിന് ഇൻഷുറൻസ് കിട്ടിയിട്ടുമില്ല. അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. JP മോർഗൻ പ്ലാൻ ചെയ്ത പരിപാടി പറയപ്പെടുന്നത് ടൈറ്റാനിക് അല്ല അന്ന് ജൈത്രയാത്ര പുറപ്പെട്ടത്, RMS ഒളിമ്പിക് ആണ്. അപകടം പറ്റിയ RMS ഒളിമ്പിക് ആണ് അന്ന് അവിടുന്ന് പോയതെന്നാണ്. ഇപ്പോൾ നമുക്ക് 2 കപ്പലുകൾ ഒരുമിച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അവർ RMS ഒളിമ്പിക് ജസ്റ്റ് ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു ഹോള് ഉള്ള ഭാഗമുണ്ട്, കപ്പലിന്റെ ഒരു വശത്താണ് ഇടിച്ചു പൊളിഞ്ഞത്, ആ ഭാഗം അപ്പുറത്ത് വരുന്ന രീതിയിലേക്ക് അവരിട്ടു. കൃത്യമായിട്ട് ടൈറ്റാനിക്കിന്റെ ബോർഡും പിടിപ്പിച്ച് അതിന് നമ്പറും പിടിപ്പിച്ച് കപ്പലുകൾ രണ്ടും ഒരേ ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അധികം പഴക്കമൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് RMS ഒളിമ്പിക് കടലിലിറക്കിയത്. അതുകൊണ്ട് തന്നെ പഴക്കം തോന്നിക്കത്തില്ല. പുതിയ കപ്പൽ പോലെ തന്നെ ഇരിക്കും. സൈഡിൽ മാത്രം ചെറിയൊരു ഹോളാണുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണാവുന്നതാണ്. അങ്ങനെ അന്ന് അവിടുന്ന് പുറപ്പെട്ടത് RMS ഒളിമ്പിക് ആയിരുന്നു. ടൈറ്റാനിക് അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കോൺസ്പിറസി എന്ന് പറയുന്നത്. ഇൻഷുറൻസ് സ്കാം. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ആ പാവം പിടിച്ച ജനങ്ങളെയെല്ലാം അവർ RMS ഒളിമ്പിക്കിലാണ് കയറ്റിവിട്ടത്. മാത്രമല്ല, ഈ ഒളിമ്പിക് ഓടിച്ചു പോകുന്ന വഴി വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഈ RMS ഒളിമ്പിക് ഓടിച്ച ക്യാപ്റ്റൻ തന്നെയായിരുന്നു RMS ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത്. ടൈറ്റാനിക് എന്ന് പറയുന്നത് ഇപ്പോൾ പുറപ്പെട്ട കപ്പലിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഒളിമ്പിക് ആയിരിക്കാം. അങ്ങനെ ഈ കപ്പിത്താൻ ഇത് ഓടിച്ചു പോകുമ്പോഴേക്കും മഞ്ഞുപാളി ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് 6 തവണ വാണിംഗ് കിട്ടിയതാണ്. കാരണം ഇതിന് മുമ്പേ ഇങ്ങനെ കപ്പൽ പോകണ പരിപാടിയുണ്ട്. വലിയ വലിയ കപ്പലുകൾ സഞ്ചരിക്കുമ്പോഴേക്കും അതിന് മുമ്പേ ചെറിയ കപ്പലുകൾ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടോ എന്നൊക്കെ വൈറലസ് ആയിട്ട് അറിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ 6 തവണ ഇവർ മുന്നറിയിപ്പ് നൽകി, മുമ്പിൽ മഞ്ഞുപാളിയുണ്ട്, വഴി തിരിച്ചുവിടാൻ. പക്ഷേ കപ്പിത്താൻ തിരിച്ചുവിട്ടില്ല. അത് കേട്ടില്ല. മനഃപൂർവ്വം ഇടിപ്പിച്ച പോലെ തന്നെയായിരുന്നു അദ്ദേഹം ആ മഞ്ഞുപാളിയിൽ കൊണ്ട് ഇടിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം പോലും വിചാരിച്ച് കാണത്തില്ല ഇത്രത്തോളം ആഘാതമായിരിക്കാം ആ മഞ്ഞുപാളിയിലുള്ളതെന്ന്. കാരണം നമുക്കറിയാം, ഐസ്ബർഗ് എന്ന് പറയുന്നത് കടലിനടിയിലേക്ക് ഒരുപാട് പോഷൻ കാണും. അദ്ദേഹം പോലും അത് വിചാരിച്ച് കാണത്തില്ല. മഞ്ഞുപാളിയിൽ ഇടിച്ച് അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കേസാണ്. ഒരു എന്താ പറയുക, അസ്വാഭാവികതയൊന്നും ഇല്ലാത്ത ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RMS ടൈറ്റാനിക് എന്ന് വിളിച്ച കപ്പലിന് ഇൻഷുറൻസ് ലഭിക്കുകയും അതിൻ്റെ തുക മൊത്തം JP മോർഗൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇൻഷുറൻസിന് വേണ്ടി നടന്ന തട്ടിപ്പായിരിക്കത്തില്ലേ ഈ ഒരു ടൈറ്റാനിക്കിന്റെ അപകടം, അല്ലെങ്കിൽ ടൈറ്റാനിക് ഒളിമ്പിക്കുമായിട്ട് മാറ്റിവെച്ചത്. നമ്മൾ സുകുമാരക്കുറുപ്പിന്റെ കേസ് നോക്കുവാണെങ്കിൽ അത് പക്ക ഇൻഷുറൻസ് സ്കാമായിരുന്നു. ഇൻഷുറൻസ് സ്കാമിന് വേണ്ടിയിട്ടാണ് സുകുമാരക്കുറുപ്പ് ആ ഒരു കൊലപാതകം ചെയ്തതും ഒളിവിൽ പോകേണ്ടി വന്നതും അത്ര വലിയൊരു കേസായതും. സുകുമാരക്കുറുപ്പിനെ പറ്റി അറിയത്തില്ലെങ്കിൽ ഇവിടെ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ കപ്പൽ നിർമ്മിക്കാൻ ചിലവായ തുകയെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 1912 $7.5 മില്യൺ ആയിരുന്നു. ഇന്നത്തെ കാലത്തെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം $170 മില്യൺ അടുത്ത് വരും. എത്ര കോടിയാണെന്ന് നിങ്ങൾ കണക്കാക്കി നോക്കുക. വേറെ കാര്യം പറയുവാണെങ്കിൽ 1997 ടൈറ്റാനിക് എന്ന് പറയുന്ന ചിത്രം നിർമ്മിക്കാൻ എടുത്ത കാശിനേക്കാളും കുറവാണ് ഈ പൈസ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. കോൺസ്പിറസി നമ്പർ 2, തൻ്റെ ബിസിനസ് എതിരാളികളെ കൊല്ലാൻ വേണ്ടി JP മോർഗൻ ഉണ്ടാക്കിയ ഒരു നാടകമാണ് ടൈറ്റാനിക്കിന്റെ അപകടമെന്നാണ് ഇത് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ സഞ്ചരിച്ചത് എല്ലാം കോടീശ്വരന്മാരായിരുന്നു, കോടാനുകോടീശ്വരന്മാരായിരുന്നു, വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് ആയിരുന്നു, വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നവരായിരുന്നു ടൈറ്റാനിക്കിൽ സഞ്ചരിച്ചത്. കാരണം ആദ്യത്തെ യാത്രയാണ്, ആദ്യം യാത്ര ചെയ്തു എന്നുള്ള പേര് അവർക്ക് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ പൈസയെ നോക്കിയില്ല. പൈസയൊക്കെ വാരി എറിഞ്ഞ് അവർ ആ കപ്പലിൽ ആഡംബരമായ ഒരു യാത്രയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കഥ എന്തെന്നാൽ, അതിൽ സഞ്ചരിച്ച എല്ലാവരും പണക്കാരാണല്ലേ, ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിട്ടുള്ളവരാണ്. ഈ ഒരു കപ്പൽ മുങ്ങുവാണെങ്കിൽ ആരൊക്കെയായിരിക്കും മരിക്കുന്നത്? ഈ വലിയ ബിസിനസ്സുകാരായിരിക്കും മരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ JP മോർഗന് ബിസിനസ് സാമ്രാജ്യത്ത് എതിരാളികൾ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. കാരണം ഭൂരിഭാഗം പേരും കൊല്ലപ്പെടും. ഒരു കേസും ഉണ്ടാകത്തില്ല. ഒരു സാധാരണ സ്വാഭാവികമായിട്ടുള്ള അപകടം എന്ന രീതിയിൽ ഇത് തള്ളിപ്പോവുകയും ചെയ്യും. അതാണ് ഈ ഒരു കോൺസ്പിറസി പറയുന്നത്.
പിന്നീട് വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ ടൈറ്റാനിക് ഒരുപാട് പേരെ രക്ഷിച്ചു. ഏകദേശം 800 പേരെയോളം രക്ഷിച്ചിട്ടുണ്ട് ടൈറ്റാനിക്കിൻ്റെ അപകടത്തിൽ നിന്ന്. അത് പക്ഷേ ലൈഫ് ബോട്ടിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇതിൽ ഏകദേശം 2200 മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ 1000 പേർക്ക് രക്ഷപ്പെടാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് ലൈഫ് ബോട്ട് ഉണ്ടായിരുന്നുള്ളൂ. 1000 പേരെ മാത്രമേ കയറ്റാൻ പറ്റുള്ളായിരുന്നു ആ ലൈഫ് ബോട്ടിൽ. ഒരിക്കലും അങ്ങനെ ഒരു കപ്പൽ യാത്ര ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ ലൈഫ് ബോട്ടുകൾ കുറവായിട്ട് ഒരു കപ്പലും യാത്ര ചെയ്തിട്ടുള്ള ചരിത്രമില്ല. അതിൻ്റെ അകത്ത് തന്നെ എന്തോ ഒരു വശപ്പശക് നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല ടൈറ്റാനിക് അപകടത്തിൽപ്പെടുന്ന സമയത്ത് കുറച്ച് പേരെ രക്ഷിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ അതിൽ മുൻഗണന കൊടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിരുന്നു. ആണുങ്ങളെല്ലാം കയറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരെ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആണുങ്ങളെല്ലാം ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിട്ടുള്ള എല്ലാവരും കടലിനടിയിലേക്ക് ദാരുണമായിട്ട് പോയി കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് നമുക്ക് പറയാം. ടൈറ്റാനിക്കിന്റെ പരസ്യം ചെയ്യൽ തന്നെ ഇങ്ങനെയായിരുന്നു: പണക്കാർക്ക് വേണ്ടിയുള്ള കപ്പൽ, ആഡംബരത്തിന് മറ്റൊരു വാക്കില്ല, ഇത്രത്തോളം ആഡംബര സൗകര്യമാണ് ഈ കപ്പലുള്ളത്, വലിയ വലിയ പബ്ബുകളും റിസോർട്ടുകളും എല്ലാം ഈ കപ്പലിനകത്തുണ്ട് എന്നും പറഞ്ഞ് പണക്കാരെ മാത്രം ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് തന്നെ. ഇതിൽ എന്തെങ്കിലും കോൺസ്പിറസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കോൺസ്പിറസി നമ്പർ 3, ദ കേഴ്സ് ഓഫ് ദ മമ്മി അഥവാ മമ്മിയുടെ ശാപം. നമ്മളെല്ലാവരും ജൂനിയർ മാൻഡ്രേക്ക് സിനിമ കണ്ടിട്ടുള്ളതാണ്. ആ സിനിമയിൽ നമുക്ക് കാണാം ആ ഒരു പ്രതിമ കയ്യിലുള്ളവർക്ക് ദുരന്തം വന്നു ചേരും. നമുക്കിതിനെ 2 തരത്തിൽ കാണാൻ പറ്റും. ഒന്നെങ്കിൽ ആ പ്രതിമയ്ക്ക് എന്തെങ്കിലും ശാപമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് കൈവശം വയ്ക്കുന്നവർക്ക് ആ ദുരന്തം വന്ന് ചേരുന്നത് എന്നാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാം ആ പ്രതിമയ്ക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ല, അതിന് ശാപം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അവർക്ക് സംഭവിക്കാനുള്ളത് തന്നെയാണ് അവർക്ക് സംഭവിച്ചത്, അല്ലാതെ ഈ പ്രതിമ കൈവശം വെച്ചത് കൊണ്ടല്ല എന്ന്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു കേസും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഒരുപാട് പേര് ഈ ലോകത്തെ വിശ്വസിക്കുന്നുണ്ട്, ഒരുപാട് പേര് വിശ്വസിക്കാതിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താ സംഭവം എന്ന് പറയാം. 1990 കാലഘട്ടങ്ങളിൽ ഈജിപ്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ കുറച്ച് ഗവേഷകർക്ക് ഒരു മമ്മി കിട്ടുവാണ്, ഒരു രാജ്ഞിയുടെ മമ്മി കിട്ടുവാണ്. അമൻ റായ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ മമ്മിയായിരുന്നു. 4 ബിസിനസ്സുകാർ ചേർന്ന് ഈ മമ്മി വൻ വില കൊടുത്ത് മേടിച്ചു. എന്നിട്ട് അവർ ഇംഗ്ലണ്ടിലേക്ക് അവിടെ നിന്ന് അയക്കാൻ വേണ്ടി, കപ്പൽ മാർഗം അയക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം അവർ വേറൊരു കപ്പലിൽ ആദ്യമേ പോയി. ഈ ഒരു മമ്മി ഒരു എന്താ പറയുക, ശവപ്പെട്ടി പോലത്തെ സാധനത്തിലാണ് മമ്മി ഉള്ളത്. ഈ ഒരു മമ്മി ഇംഗ്ലണ്ടിൽ എത്തുമ്പോഴേക്കും ഇത് കൈപ്പറ്റാനായിട്ട് 4 പേരും അവിടെ ഇല്ലായിരുന്നു. ആ 4 പേരും അതിദാരുണമായിട്ട് പല അപകടങ്ങളിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടി എന്നിട്ട് അവിടെ നിന്ന് മേടിച്ചത് വേറൊരു ബിസിനസ്സുകാരനാണ് മേടിച്ചത്. വേറൊരു പണക്കാരൻ ആ പെട്ടി മേടിക്കുവാണ്. ആരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ട് പുള്ളി മേടിച്ചു കാശ് കൊടുത്ത്. ഒരു രസകരമായ കാര്യം എന്തെന്നാൽ, മേടിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തീപിടുത്തമുണ്ടായി ഒരുപാട് പേര് മരിക്കുവാണ്. അത് കഴിഞ്ഞ് ഏകദേശം 12 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹവും മരിച്ചു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ഒന്നെങ്കിൽ ഈ മമ്മിയുടെ ശാപമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. മമ്മിയുടെ ശാപം എന്നും പറഞ്ഞ് ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ആക്ച്വലി ഒരുപാട് നടന്നാന്നും പറഞ്ഞ് ഒരുപാട് കഥകളുണ്ട്. ഫറവോയുടെ ശാപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ദ കേഴ്സ് ഓഫ് ദ ഫറവോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇതിന് ശാപമുണ്ടെന്ന് വിശ്വസിച്ച കുടുംബം ഇത് തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടി RMS ടൈറ്റാനിക്കിൽ ഈ ഒരു ശവപ്പെട്ടി കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. ഏതോ മ്യൂസിയത്തിലേക്ക് കൊടുക്കാനും കണ്ടു വേണ്ടി ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ ഈ ഒരു പെട്ടി കയറ്റി വിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ശാപം പിടിച്ച ആ മമ്മി ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ടൈറ്റാനിക്കിന് ആ ഒരു അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. ഞാനൊരു വിശ്വസിക്കുന്നില്ല, എനിക്ക് ഭൂതം പ്രേതം അതിനൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പക്ഷേ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് മമ്മിയുടെ ശാപത്തെക്കുറിച്ച്, ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരുപാട് ഗവേഷകർ, അതായത് പിരമിഡ് പൊളിച്ച് പല മമ്മിയെ പുറത്തെടുത്ത് പഠിക്കാൻ ശ്രമിച്ച ഒരുപാട് ഗവേഷകർ ഈ ലോകത്ത് അതിദാരുണമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. വളരെ വ്യക്തമായിട്ട് പറയുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഗവേഷകർ മരിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡ് പൊളിച്ച് മമ്മിയൊക്കെ പുറത്തെടുക്കാൻ ശ്രമിച്ചവർ. ചിലപ്പോൾ കോയിൻസിഡൻസ് ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയിൻസിഡൻസ് മാത്രമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും കാരണമുണ്ടോ? പ്രേതം, ശാപം, ഭൂതം, പിന്നെ ലൗഡിയൻ, മാടൻ, മറുത, ഇതൊക്കെ സത്യമാണോ കള്ളമാണെന്ന് ചോദിച്ചാൽ ഞാൻ കള്ളമാണെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം. അതൊക്കെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. നിങ്ങളുടെ യുക്തിയിലിട്ട് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുകയെ ഞാനൊരിക്കലും വിശ്വസിക്കത്തില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ടൈറ്റാനിക്കിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട 3 കോൺസ്പിറസി എന്ന് പറയുന്നത്. വേറെ ഒരുപാട് കോൺസ്പിറസി ഉണ്ട് കേട്ടോ. ടൈറ്റാനിക്കിന്റെ നമ്പർ തിരിച്ചെഴുതുമ്പോഴേക്കും നോ പോപ്പ് എന്നാണ് വായിക്കുന്നത്. നോ പോപ്പ് എന്ന് പറയുന്നത് ഒരു ബാഡ് സൈൻ ആണ് ആ ഒരു എഴുത്ത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കോൺസ്പിറസികൾ വേറെ ഏതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.